ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഫ്രീഡം വേണം. അവർക്ക് അതാണ് ഇഷ്ടം, അതിനാണ് താല്പര്യം. നല്ല ഷാർപ്പായിട്ടുള്ള ഇൻ്റലിജൻസാണ്, ലോജിക്കോടെ മാത്രമേ ചിന്തിക്കുള്ളൂ. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നന്നായിട്ട് തിങ്ക് ചെയ്യുകയും ചെയ്യും. അഡാപ്റ്റബിളുള്ള ഒരു മാസ്റ്റർ തന്നെയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് നിങ്ങളുടെ പ്രത്യേകത. ഒരാളായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ നല്ല ടൈം എന്തായാലും ഉണ്ടാവും. കൺട്രോൾ അറ്റംപ്റ്റ് ചെയ്താൽ ഇൻസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്തായാലും സ്ലോ ആയിട്ടേ ഫോം ആവുള്ളൂ. ലോജിക്കും ഇമോഷൻസും കുറച്ച് ഒരുമിച്ചായിരിക്കും. ഉള്ളിൽ ലോൺലിനെസ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും, പക്ഷെ അത് ഹിഡൻ ആയിരിക്കും. എനിക്ക് സ്പേസ് വേണമെന്ന മൈൻഡ് സെറ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളുടെ കരിയർ നല്ലതെന്ന് വെച്ചാൽ ബിസിനസ്, ട്രേഡിങ്, സെയിൽസ്, മാർക്കറ്റിംഗ്, മീഡിയ, ആങ്കറിങ്, കൺസൾട്ടൻസി, ട്രാവൽ, ഏവിയേഷൻ, സ്റ്റോക്ക് മാർക്കറ്റ്, ഇതിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കാൻ പറ്റും. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ കമ്മിറ്റ്മെൻറ്റിനോടൊരു പേടി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. ഇമോഷണലി ഇതിലൊക്കെ അവോയ്ഡ് ചെയ്യും, ഓവർ തിങ്ക് ചെയ്യും. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു മൈൻഡാണ്. എസ്കേപ്പ് ആവാനുള്ള ടെൻഡൻസി നന്നായിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ജനുവരിയിൽ ചോതി നക്ഷത്രക്കാർക്ക് നല്ല റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു മന്ത് തന്നെയായിരുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു റെസ്റ്റും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓവർ തിങ്കിങ്ങും നന്നായിട്ടുണ്ടായിരുന്നു. ശരിയായ ദിശയാണോ എന്നുള്ള കൺഫ്യൂഷൻ നന്നായിട്ടുണ്ടായിരുന്നു. ഇമോഷണലി ഒരു എംപ്റ്റി ഫീലായിരുന്നു. കരിയറിൽ, ജോബിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ ഓരോരോ തോട്ട്സ് ഇങ്ങനെ ചേഞ്ച് നന്നായിട്ടുണ്ടായിരുന്നു. അതോറിറ്റീൻ്റെ ഇറിറ്റേഷനും നന്നായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊരു ബോറിങ് തന്നെയായിരുന്നു. റിലേഷൻഷിപ്പിൽ കോൺവെർസേഷൻസ് അവോയ്ഡ് ചെയ്തു. ഇമോഷണലി കുറച്ച് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. കമ്മിറ്റ്മെൻറ്റ് പ്രഷറും നന്നായിട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ കാറ്റ് നന്നായിട്ട് തന്നെ ഉണ്ട്, പക്ഷെ ഒരു ദിശയില്ലായ്മ വളരെ പ്രശ്നം തന്നെയായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ അങ്ങനെയല്ല, ഒരു ക്ലിയർ ഡയറക്ഷൻ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പുതിയ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. ട്രാവലിൽ നല്ലൊരു ലക്ക് കാണുന്നുണ്ട്. നെറ്റ്വർക്കിംഗ് എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. ഫെബ്രുവരി 7 മുതൽ എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് വേവ് തന്നെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. ഒരു ഡയറക്ഷൻ മാത്രം ചൂസ് ചെയ്യുക, അതിൽ മാത്രം ഫോക്കസ് ചെയ്യൂ, അതുമാണ് നിങ്ങൾക്ക് വേണ്ടത്. സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ഇൻകംസ് നന്നായിട്ട് കാണുന്നുണ്ട്. ട്രേഡിങ്ങിൽ പ്രോഫിറ്റൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഷോർട്ട് ടേം ആയിട്ടുള്ള ചെറിയൊരു ഗെയിൻസ് നിങ്ങൾക്കുണ്ടാവും. ആവശ്യമില്ലാണ്ട് ഓരോന്ന് ചിലവാക്കൽ എന്തായാലും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ ലവ് ആൻഡ് റിലേഷൻഷിപ്പ്, മാരേജൊക്കെ നോക്കുകയാണെങ്കിൽ സഡൻ അട്രാക്ഷൻ എന്തായാലും വേറൊന്നുണ്ടാവും. ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ഉണ്ടാവും. മാരേജിൻ്റെ കാര്യത്തിൽ ഡിലേ ഉള്ളത് ഫെബ്രുവരിക്ക് ശേഷം എന്തായാലും ഡിലേ കുറച്ച് കമ്മിയാവും. എന്നാലും ഡിലേ ഉണ്ടാവും, പക്ഷെ അത് കുറച്ച് കമ്മിയാവും എന്ന് മാത്രം. സ്വാതന്ത്ര്യവും റെസ്പെക്റ്റ് ചെയ്യണ പാർട്ട്ണറാണ് വേണ്ടത്. മകം, അനിഴം, ചിത്തിര, ഈ 3 നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് നന്നായി യോജിപ്പുണ്ടാവുക. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ട്രേഡിങ്, കമ്മീഷൻ്റെ കാര്യത്തിലൊക്കെ എന്തായാലും വർക്കാവും. ഡിജിറ്റൽ ബിസിനസ്സും നല്ല രീതിയിൽ തന്നെ ശോഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇൻഫ്ലുവൻസർ ബേസ്ഡ് ഇൻകവും നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ വിദ്യ അഭ്യസിക്കുന്നവരാണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിൽ എന്തായാലും നല്ല സക്സസ് കാണും. ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ഉണ്ട്. ലോ, കൊമേഴ്സിലൊക്കെ നല്ല ഷൈൻ ചെയ്യാൻ സാധ്യത വളരെ നന്നായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ചോതി നക്ഷത്രക്കാരെ പൊതുവെ ബന്ധിക്കരുത്, അവരെ മനസ്സിലാക്കുക. അപ്പോൾ അവൻ നിൻ്റെ ലോകം മാറ്റുക തന്നെ ചെയ്യും. ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, പക്ഷേ നിങ്ങളത് മറ്റുള്ളവർക്ക് പറയുകയില്ല. പൊതുവെ ചോതി നക്ഷത്രക്കാർ ആരുടെയും കീഴിൽ നിൽക്കില്ല. ദിശ നിങ്ങൾ തിരഞ്ഞെടുത്താൽ ലോകം നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും.